ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് നൈറ്റിയൊക്കെ അടിക്കണവർക്ക് വേണ്ടിയിട്ട് ഒരു ഡൗട്ടും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നൈറ്റിയുടെ വളരെ ഭംഗിയുള്ള ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഈ ഒരു മോഡൽ ചെയ്തെടുക്കാനായിട്ട് ഞാൻ നൈറ്റി ബിറ്റാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കണേ. അപ്പോൾ 3 മീറ്റർ ഇല്ല കേട്ടോ ഈ ഒരു തുണി, 290 നൈറ്റി ബിറ്റാണ് ഞാൻ യൂസ് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് കാണിക്കാം. ആദ്യമേ തന്നെ ഈ ഒരു നൈറ്റി ബിറ്റ് എങ്ങനെയാണ് 4ആയിട്ട് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നൈറ്റി ബിറ്റ് ഇതുപോലെ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു നൈറ്റി ബിറ്റിനെ വീതിക്ക് ഹാഫായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീതിക്ക് ഇതുപോലെ നൈറ്റി ബിറ്റിനെ ആദ്യമേ ഒന്ന് ഹാഫായിട്ട് മടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തുണീനെ വീതിക്ക് ഇതുപോലെ ഹാഫായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു തുണീനെ നീളത്തിൽ നമുക്ക് ഹാഫായിട്ട് ഒരു വട്ടം കൂടി മടക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു തുണീനെ നീളത്തിൽ വീണ്ടും ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു മുകൾ വശം വരുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇതുപോലെയാണ് മുകൾ വശം വരുന്നത്, കംപ്ലീറ്റ് മടക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് 2 പീസായിട്ട് ഇതുപോലെ മടക്ക് വശമാണ് വരിക. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടായിരിക്കും ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തുണി 4ആയിട്ട് മടക്കിയിടുക. ഇനി നമുക്കിതിലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇനി അതിൽ ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പേപ്പറിൽ ഒന്നുകൂടിയും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ബിറ്റ് എന്ന് വിചാരിക്കുക. ആദ്യമേ തന്നെ ഈ ഒരു നൈറ്റി ബിറ്റിനെ വീതിക്ക് ഹാഫായിട്ട് മടക്കുക. അപ്പോൾ അതേ വീതിക്ക് ഞാൻ ഇതുപോലെ നൈറ്റി ബിറ്റിനെ ഹാഫായിട്ട് മടക്കി. ഇനി ഈ ഒരു നൈറ്റി ബിറ്റിനെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കുക. അപ്പോൾ അതേ നീളത്തിൽ ഒന്നും കൂടി ഇതിനെ ഹാഫായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കണേ. ഈ ഒരു സൈഡ് 2 പീസായിട്ട് ഇതുപോലെ മടക്ക് വെച്ചാണ് വരിക. മുകൾ ഭാഗം കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. അത് ഇതുപോലെ കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ അടിവശവും ഇതുപോലെ കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ തുണി ഇപ്പം മടക്കിയിട്ടിരിക്കണേ. അപ്പോൾ നമുക്കിനി മെഷർമെൻറ്റ്സിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് 49.5 ഇഞ്ച് മാത്രമാണ് ലെങ്ത് വേണ്ടൂ. അപ്പോൾ അതിൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 52 ഇഞ്ച് ഞാൻ ആദ്യമേ തന്നെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അടിവശത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് വേണം മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും അടിയിൽ ടേപ്പ് വെച്ച് മുകൾ ഭാഗത്ത് ഞാൻ 52 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിലായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടത് അതുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൈനിൽ ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ 7 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പോയിന്റുകളും ജോയിൻ ചെയ്ത് വരയ്ക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഷോൾഡറും ആം ഹോളും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ചെസ്റ്റ് സൈസിന് എത്രയാണ് ഷോൾഡർ ആം ഹോള് മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മളൊരു മെഷർമെൻറ്റ് ചാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 36 ചെസ്റ്റിൻ്റെയാണ് ചെയ്യണേ. അപ്പോൾ 36ൻ്റെ 4/1 കാണുക. അപ്പോൾ 36/4 ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 9 ഇഞ്ച് നമുക്ക് ഈ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പോയിന്റിൽ ഞാൻ 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. അതിനെ ഒന്ന് നീട്ടി വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യണേ. അപ്പോൾ അതേ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9 ഇഞ്ചും തയ്യൽ തുമ്പ് 2 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് യോക്ക് പോർഷൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ.
അപ്പോൾ അത് എവിടെയാണ് കേട്ടോ 9.5 ഇഞ്ച് വരണേ, ഞാനതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ 9.5 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ മുകൾ ഭാഗത്ത് ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തത് 9 ഇഞ്ചാണ്. അതിനേക്കാൾ ഒരു 1/4 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ടാണ് ഈ ഒരു ലൈനിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ അതേ 9.25 ഇഞ്ചാണ് ഈ ഒരു ലൈനിൻ്റെ മെഷർമെൻറ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ 9.25 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, ഞാനൊന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തു കേട്ടോ. ഈ ഒരു 9.5 ഇഞ്ചിൽ നമ്മുടെ ബസ്റ്റിൻ്റെ വണ്ണാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. ഇനി നമുക്ക് ഈ 2 പോയിന്റുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഈ 2 പോയിന്റുകളും നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ നെക്കിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ അത് എവിടെയാണ് 3 ഇഞ്ച് വരണത്, ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നെക്കിൻ്റെ വീതി 3 ഇഞ്ചും നെക്കിറക്കം അടിയിലേക്ക് 5.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനി ഞാൻ അതിനെ ഒന്ന് ബോക്സ് പോലെ വരച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ എനിക്ക് വേണ്ട ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു അടിവശത്തുനിന്ന് മുകളിലേക്ക് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പാണ് കേട്ടോ ഇതിൽ വരച്ചു കൊടുക്കണേ. അങ്ങനെ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ചെരിവ് ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനെ ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷോൾഡർ സ്ലോപ്പിന് താഴേക്ക് എത്രയാണ് വരണേന്നൊന്ന് അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 6.5 ഇഞ്ചാണ് കിട്ടിയത്. ഇനി ഈ ഒരു 6.5 ഇഞ്ചിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 6.5യുടെ കറക്റ്റ് പകുതി കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാൻ അവിടെ നമ്മുടെ ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആം ഹോൾ കർവ് ഞാൻ ഭംഗിയായിട്ട് വരച്ചു കൊടുത്തു. അങ്ങനെ ഭംഗിയായിട്ട് ഞാൻ ഇതുപോലെ ആം ഹോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, അത് അറ്റം വരെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലൈനിൽ കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അടിവശത്തേക്കുള്ള നമുക്ക് പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ഞാൻ ഇനി അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പ്ലീറ്റ്സിനുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലീറ്റ്സിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നമുക്കൊന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പ്ലീറ്റിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പ്ലീറ്റ്സിനായിട്ടുള്ള തുണി മാറ്റി വയ്ക്കാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ പ്ലീറ്റ്സിനായിട്ടുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു യോക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വന്ന ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം ചേർന്ന് നമുക്ക് ആദ്യം അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ യോക്ക് പോർഷൻ്റെ ക്ലോത്ത് നമ്മൾ ഇതേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് സ്ലീവ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യോക്ക് പോർഷൻ. ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യാറില്ല. ഞാൻ സാധാരണ ഈ ഒരു 1/2 ഇഞ്ചിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാറാണ് കേട്ടോ പതിവ്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും മാറ്റി വെച്ചതിന് ശേഷം നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം ആദ്യമേ ഞാൻ ഫ്രണ്ട് നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് നെക്ക് നമുക്ക് ആദ്യം ഈ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലെ യോക്ക് പോർഷൻ വരുന്നത്. ഇങ്ങനെയായിരിക്കും ഫ്രണ്ടിൽ യോക്ക് പോർഷൻ വരിക. ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷന് നെക്കും കൂടി അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഫ്രണ്ട് പോർഷൻ മാറ്റിയതിന് ശേഷം ഞാനിവിടെ ബാക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിലെ നെക്കിൻ്റെ വീതിയും നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 4 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 4 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ ബോക്സ് പോലെ അങ്ങ് വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ബോക്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ച്, ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4 ഇഞ്ച്. ഇനി നമുക്കിതിൽ വേണ്ട നെക്കിൻ്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്യാം. ഞാനൊരു റൗണ്ട് നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അങ്ങനെ റൗണ്ട് നെക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. അങ്ങനെ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും അറ്റത്തുനിന്ന് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് നേരെ ഇങ്ങോട്ട് എനിക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടേ അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 7.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ ടേപ്പ് വെച്ച് ഇങ്ങോട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് നമുക്കിവിടെ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് ആം ഹോളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ടും. അപ്പം ഞാനിത് തേരുവശമായതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ലീവിൻ്റെ കൂടെ സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതേ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് ഞാൻ നേരെ അടിയിലേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 ഇഞ്ച് വരുന്നത് ഇവിടെയാണ്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ ഈ 10 ഇഞ്ച് ഞാൻ എടുത്തത് നമ്മൾ ബോഡി പാർട്ടിൽ ആം ഹോൾ മാർക്ക് ചെയ്ത് 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ 10 ഇഞ്ച് ഇങ്ങോട്ട് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് സ്ട്രെയിറ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് ഒരു 3 ഇഞ്ച് സ്ട്രെയിറ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഞാൻ സ്ലീവിൻ്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം. ഞാൻ സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം എനിക്ക് വേണ്ടത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തു. പ്ലസ് തയ്യൽ തുമ്പ് ഞാനൊരു 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, 1.5 ഇഞ്ച് ആയാലും ഒക്കെ മതി കേട്ടോ. ഞാൻ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തങ്ങ് വരയ്ക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോണേ. ഇവിടെ നിർത്തി ഇങ്ങോട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിതേ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് നമുക്കിവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് 2 സൈഡിലേക്കുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് ഇതേ 2 സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നെക്കിലേക്ക് വെക്കാനുള്ള പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്കി വന്ന തുണിയിൽ നിന്ന് ഞാൻ ഇതുപോലൊരു തുണി പീസ് എടുത്തിട്ടുണ്ട്. അതിനത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കറക്റ്റ് നമ്മൾ വെട്ടിയ യോക്ക് പോർഷൻ എടുക്കുക. ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ അതേ മടക്ക് വരുന്ന ഭാഗം ഈ ഒരു തുണി പീസിൻ്റെ മടക്ക് വരുന്ന ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഈ തുണിയിൽ അങ്ങ് മാർക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റ് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു യോക്ക് പോർഷൻ മാറ്റി വയ്ക്കാം കേട്ടോ.
ദേ നമുക്ക് ഈ ഒരു തുണി പീസിൽ കറക്റ്റ് ആ ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഈ വരച്ച ഷേപ്പിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് അതേ ഷേപ്പ് തന്നെ അങ്ങ് ഈ ഒരു തുണി പീസിലും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് വിട്ട് മാർക്ക് ചെയ്തോളൂ. കുറച്ച് ഗ്യാപ്പ് വിട്ട് ഞാൻ ഇതേ ഷേപ്പ് തന്നെ അങ്ങ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ട് നെക്ക് ചെയ്യാനുള്ള തുണി പീസ് നമ്മളിത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരണേ. അപ്പോൾ ഇതെങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ നെക്കും അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. ബാക്ക് പോർഷനിലെ നെക്ക് ചെയ്തെടുക്കാനുള്ള പീസും ഞാൻ സെയിം മെത്തേഡിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതുകൊണ്ട് വീഡിയോ നല്ല ലെങ്തിയാണ്. അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. അടുത്ത് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.